ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ രാവിലത്തേക്ക് ഒരു തട്ടിക്കൂട്ട് ബിരിയാണി വെക്കാൻ പോവുകയാണ് കേട്ടോ. ഇറച്ചിയൊന്നുമില്ലാതെ ഉള്ള ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ തലേദിവസം കറി വെച്ച ഇറച്ചി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാത്രി വെക്കണം എന്ന് വിചാരിച്ചിട്ട് വെറും ചോറ് ഞാൻ മോനക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വെച്ചതായിരുന്നു. രാത്രി ചോറുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ചോറ് വെച്ചില്ല. അപ്പോൾ രാവിലെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കടിക്കും ആവുമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ തലേദിവസത്തെ ഇറച്ചിക്കറി കുറച്ച് ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് കുറച്ച് നന്നാക്കാനൊക്കെ ഉണ്ട് കേട്ടോ. ഇറച്ചി വെച്ചത് എരിവില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കംപ്ലൈൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇറച്ചി ഇനി കറി വെക്കണ്ട, നമുക്ക് വരട്ടിയിട്ട് എന്തെങ്കിലും കറി ഉണ്ടാക്കിയാൽ മതി എന്നൊക്കെ ആണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇവിടെ ഇറച്ചി കൊണ്ടുവന്നുള്ള പ്രശ്നം അതാണ് കേട്ടോ, ഞാൻ പറയാം. അപ്പോൾ ഉള്ളിയൊക്കെ പട്ടാക്കി ആകുമ്പോൾ ഇട്ട് കൊടുത്തിട്ട് ഉള്ളിയൊക്കെ ഇട്ടൊന്ന് നല്ല വാട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എരിവ് പാടില്ലാത്തതുകൊണ്ട് ഒറ്റ പച്ചമുളകുള്ളൂ കേട്ടോ ഞാനിടുന്നത്. പിന്നെ ഒരു 2 തക്കാളി എടുത്തിട്ടുണ്ട്. പച്ചമുളകും 2 തക്കാളി കേട്ടോ. പിന്നെ മല്ലിച്ചപ്പും പുതിനയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലവണ്ണം വഴറ്റി കൊടുക്കണം. അപ്പം ഞങ്ങൾക്ക് മീൻ വെക്കുകയാണെങ്കിലും ഇറച്ചി വെക്കുകയാണെങ്കിലും ഒന്നും എരിവ് അധികം ഇടാതെ വെക്കണം കേട്ടോ. പക്ഷേ ഇറച്ചി മീനൊക്കെ വെക്കുകയാണെങ്കിൽ എരിവ് ഒക്കെ ഇല്ലെങ്കിൽ അതിന് ടേസ്റ്റും ഉണ്ടാവില്ല. പക്ഷേ മൂപ്പർക്ക് വയറുവേദനയും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം എരിവ് തട്ടി വയറ് പുകയെന്ന് പറഞ്ഞിട്ട് എരിവ് തീരെ ഇടാൻ പറ്റില്ല കേട്ടോ. ഇന്നല്ല പണ്ടേ അങ്ങനെയാണ് കേട്ടോ. വീട്ടിലുണ്ടായിരുന്നവർക്കൊക്കെ ഓരോ കാരണം കൊണ്ട് ചിലർക്ക് പുളി പറ്റില്ല, ചിലർക്ക് കുടംപുളി മാത്രം മതി. അങ്ങനെ ആകുമ്പോൾ കറി 2, 3 ഇതൊക്കെ വെക്കുമ്പോൾ വേർതിരിച്ച് വെക്കണം കേട്ടോ. അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ ആദ്യം മുതൽ തന്നെ. അപ്പോൾ ഇവിടെ ഇറച്ചി കൊണ്ടുവന്നിട്ട് നമ്മൾ ആദ്യമേ വെക്കുന്ന സമയത്ത് എരിവ് നല്ലതായിട്ട് വെച്ചാലല്ലേ ഇറച്ചിക്കറിക്കൊക്കെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ വെക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ അഥവേ എരി കൂടിക്കഴിഞ്ഞാൽ അത് മസാല ഉള്ളിയൊക്കെ വാട്ടി വേറെ വെക്കണം. അപ്പോൾ ഞാൻ അതുകൊണ്ട് ആ പണിക്ക് നിൽക്കാതെ എരിവില്ലാതെ വെക്കും. എരിവില്ലാതെ വെച്ച് കഴിഞ്ഞാൽ മക്കൾക്കും പറ്റില്ല കേട്ടോ. അപ്പോൾ ഇറച്ചി വെച്ചിട്ട് തന്നെയായിരുന്നു കേട്ടോ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ ചോറിനുള്ള മസാലയൊക്കെ റെഡിയാക്കി വെള്ളമൊഴിച്ച് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അരി ഇടണം. ഒരു 3/4 പാട്ട അരി മാത്രമേ ഉള്ളൂ കേട്ടോ എടുത്തിട്ട് ഞാൻ മോനിക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് തിന്നാനായിട്ട്. അപ്പോൾ ചോറൊക്കെ ആക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് അവൻ്റെ ഓണർ വിളിച്ചായിരുന്നു കേട്ടോ. ഫുഡ് ഉച്ചത്തേക്ക് കൊണ്ടുവരണ്ട, ഇവിടെ ഉണ്ടാവും ഫുഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ മോനൊക്കെ ആക്കിയില്ല കേട്ടോ. പിന്നെ ഇവിടുന്ന് തിന്നിട്ടും പോയി. പിന്നെ ഞങ്ങൾക്ക് ഉച്ചക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നെയ്യ് ഞാൻ വീട്ടിൽ ഉണ്ടാക്കുന്ന നെയ്യാണ് കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അരി ഒന്ന് നല്ല തിളച്ചതിന് ശേഷമാണ് കേട്ടോ നെയ്യും വെളിച്ചെണ്ണയൊക്കെ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് മൂടി വെക്കുക. അപ്പോൾ നമുക്ക് ഇറച്ചി കുറച്ച് മസാല ഇടുന്ന പണി എടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഉള്ളി വാട്ടിയെടുക്കുന്നത് പറഞ്ഞാൽ നമ്മൾ ഇറച്ചിക്കറി വെച്ചതിൽ എരിവ് ഇത്തിരി ഇതായിട്ടുണ്ട്. അത് മൂപ്പർക്ക് ഈ എരിവ് തന്നെ പറ്റൂല കേട്ടോ. അപ്പോൾ ഇതന്നെ മോനിക്ക് എരിവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ മൂപ്പർക്ക് അത് എരിവ് കൂടിയിട്ടുണ്ട്. അപ്പോൾ മൂപ്പർക്ക് അതൊന്ന് ഉള്ളിയൊക്കെ ഇട്ട് വാട്ടിയിട്ട് അതിൻ്റെ എരിവ് കുറച്ചിട്ട് പിന്നെ മൂപ്പർക്ക് പാത്രത്തിലാക്കിയതിൻ്റെ ശേഷമാണ് കേട്ടോ ഞങ്ങൾക്കുള്ളത് എരിവിടുന്നത്. അപ്പോൾ ഇത് മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് കളറൊക്കെ കമ്മിയാണ് കേട്ടോ. അതുതന്നെ മൂപ്പർക്ക് എരിവാണ്. എന്നിട്ട് പിന്നെ പാത്രത്തിലാക്കിയതിൻ്റെ ശേഷമാണ് ഞങ്ങൾക്കുള്ളത് റെഡിയാക്കുന്നത് കേട്ടോ. ഇപ്പോൾ കറി എരിവൊന്നുമില്ലാതെ വെക്കുന്നതുകൊണ്ട് മോനക്കൊരേ കംപ്ലൈൻ്റാണ് കേട്ടോ. ഉമ്മച്ചിക്ക് ഇപ്പോൾ ഒന്നും വെക്കാനേ അറിയുന്നില്ല, ആദ്യമൊക്കെ നല്ല ടേസ്റ്റിൽ വെച്ചിരുന്നു എന്നൊക്കെ കേട്ടോ പരാതി. അപ്പോൾ ഞാൻ ഈ കറിയൊക്കെ ഒഴിച്ച് ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ആ വെളിച്ചെണ്ണയ്ക്ക് ഒരു പച്ചമുളക് ചീന്തിയിട്ട് അങ്ങനെ ഇടും കേട്ടോ. അപ്പോൾ ആ പച്ചമുളകിൻ്റെ എരിവ് അതിലേക്ക് ഇറങ്ങും. പിന്നെ കുറച്ച് മുളകും പൊടി അതിലേക്ക് ഇട്ടിട്ട് നല്ല ഒന്ന് എണ്ണയിൽ നല്ല മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഞാൻ കുക്കറിൽ ഒരു വിസിലാണ് കേട്ടോ വെച്ചത്. അപ്പോൾ ചോറൊക്കെ നല്ല വെന്തിട്ടുണ്ട്. അപ്പം ഉച്ചക്കക്ക് മൂപ്പർക്കും ആക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് തിന്നുമെന്ന് അറിയില്ല, ഒരു നേരമൊക്കെ ഉള്ളൂ ഇത് വെച്ചാൽ തിന്നുക. അപ്പോൾ ഞാൻ രാവിലത്തേക്ക് ദോശ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉച്ചക്ക് ഇതും ആക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പിന്നെ വീഡിയോക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ക്രാഫ്റ്റുകളൊക്കെയാണ് കേട്ടോ. പിന്നെ ബിയർ ബോട്ടിൽ മുട്ടത്തോടൊക്കെ വെച്ച് ഒട്ടിച്ചതൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് കൊണ്ടുവന്നിട്ട് അങ്ങനെ അട്ടത്ത് വെച്ചതായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് മോള് പറഞ്ഞു നമുക്ക് അടുക്കളയിൽ വെക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ. 2-3 മുട്ടേൻ്റെ തോടാണ് കേട്ടോ. അതാണ് 2-3 കളറായിട്ടുള്ളത്. ഇതൊക്കെ ഫസ്റ്റായിട്ട് ചെയ്ത ബോട്ടിലുകളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ അടുക്കളയിൽ അങ്ങനെ വെച്ചതാണ്. മോള് വെച്ച് പോയതാണ് കേട്ടോ. അപ്പോൾ പുകയൊക്കെ പിടിക്കും. ഞാൻ സത്യാവസ്ഥ പറയണം കേട്ടോ കറീൻ്റെ കുട്ടികൾക്ക്. കൊഞ്ചം ഊത്തിക്കോ, എരുണ്ടോ വെറും. എൻ്റെ സൂപ്പറാ. ആ വീഡിയോയിലെ പോട്ടുവേ. അപ്പം ഞാൻ കറിയൊക്കെ എരിവുണ്ടോ എന്നൊക്കെ ചോദിക്കാനിട്ട് അപ്പം ശരിക്കുള്ളത് പറയുന്നു പറഞ്ഞപ്പം സൂപ്പറായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോഴാണ് മൂപ്പർക്ക് കറി ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ച് എരിവൊക്കെ ഉള്ളത് കാരണം അപ്പോൾ ഞങ്ങളെ വീട്ടിൽ ഇറച്ചി കൊണ്ടുവന്നുള്ള അവസ്ഥ അതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.